Yes, next patient. Pazhaniyappa. Nana Pazhaniya. ഇത് next patient അല്ല, next patient ആണ്. എന്താ ദേവകി ദേവി അല്ല ദേവകി റാണി വിശേഷിച്ച? ഡോക്ടർ, ഈ മുട്ടിന്റെ മുകളിൽ തൊലിപ്പുറത്ത് ചുവന്നൊരു തടിപ്പ്. അത് ദേവകി റാണിയുടെ തൊലിയല്ലേ, ചുവന്നും തടിച്ചും ഒക്കെ കിടക്കും. അതല്ല ഡോക്ടർ, ഒന്ന് നോക്കണം. നോക്കാനൊന്നുമില്ല, ഇത് വെറും ഡെർമറ്റൈറ്റിസ് ആണ്. ഞാനൊരു മരുന്ന് കുറിച്ച് തരാം, അത് ദിവസം 3 നേരം കഴിച്ചാൽ മതി, അല്ല പുരട്ടിയാ മതി കേട്ടോ. ഡോക്ടർ ഒന്ന് തൊട്ടുപോലും നോക്കാതെ. തൊടാനൊന്നുമില്ല, അസുഖം എനിക്ക് മനസ്സിലായി. അയ്യോ പൊടി. അയ്യോ ഡോക്ടർ, കണ്ണി പൊടി വേണോ? വേണ്ട വേണ്ട വേണ്ട, നമ്പർ വേണ്ട, ഈ പഴയ നമ്പർ വേണ്ട. ഞാൻ എടുത്തരാം. കണ്ടു, അയ്യോ. ദേവകി റാണിക്ക് തൊലിപ്പുറത്ത് ഡെർമറ്റൈറ്റിസ് ഞാനിങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തു, കണ്ണിൽ പൊടി ഊതി താഴെ വീണു. ഐ ആം ടോട്ടലി ഇന്നസെന്റ്. എന്താ ഇത്? ഇത് ഇത് ലിപ്സ്റ്റിക് ഒന്നും അല്ല, ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സ്കിൻ അലർജി സൊല്യൂഷൻ ഗ്ലൗസ്. പെട്ടെന്നൊരു ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യാൻ വന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം കണ്ടു. എനിക്കറിയാം നിങ്ങൾ അവളെ കെട്ടും. എനിക്ക് സൗന്ദര്യമില്ലല്ലോ, കൂടുതൽ തടിയുള്ളത് കൊണ്ട് എനിക്ക് പ്രായം തോന്നുന്നു. ഈ വണ്ണ കൂടുതലല്ലേ നിന്റെ സൗന്ദര്യം? ആനയ്ക്ക് വണ്ണമില്ലേ, സൗന്ദര്യമില്ലേ? കരയാതെ സുബ്ബു. സുബ്ബു ആണ് ഈ വീഡിയോ അയ്യരാണ് സത്യം. ഞാൻ കെട്ടുന്നെങ്കിൽ സുബ്ബുവിനെ മാത്രമായിരിക്കും. എന്റെ അമ്മ ശീമാട്ടി അമ്മയുടെ അമ്മ രത്നമ്മയുടെ അമ്മൂമ്മയാണ് സത്യം. എന്നാ നമുക്ക് ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ വെച്ച് കാണാം. അതിനു വേണ്ടി ഞാൻ 2 തൈര് സാധം ഓർഡർ ചെയ്തിട്ടുണ്ട്. അയൽ വേദേ, ആ തൈര് സാധനത്തിൽ കുറച്ച് വിഷം കൂടി കലർത്തി വെക്കടി. അയ്യോ പാറുകുട്ടിക്ക് വേദനിക്കും. ഏയ്, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന, അത്രേ ഉള്ളൂ. ഏതുറുമ്പാ? കട്ടുറുമ്പല്ല, ചോന്നുറുമ്പല്ല, ഒരു പഞ്ചാര ഉറുമ്പ്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോ കരയാതിരുന്ന ആന്റി ഒരു സമ്മാനം തരാം. പാറുകുട്ടി, പാറുകുട്ടി, oh my God, പാറുകുട്ടി, നഴ്സ്, നഴ്സ്, പാറുകുട്ടി, ഡോക്ടർ, പാറുകുട്ടി, വേഗം ഓക്സിജൻ കൊടുക്കും. ഞാൻ ഡോക്ടറിനെ വിളിക്കാം. ഓക്കെ ഡോക്ടർ. എടാവേ, എനിക്കങ്ങനെ പറയത്തക്ക ക്ഷീണമൊന്നുമില്ല. ആ പല്ലുമേടെ പോയി 2 വൈനടിച്ചാ മാറാത്തത്. ഡോക്ടർ, ഡോക്ടർ, പാറുകുട്ടി ഗ്യാസ്പിംഗ് ആണ്. ഇറ്റ്സ് ആൻ എമർജൻസി. Bring her to the operation theatre immediately. യെസ് ഡോക്ടർ.
ജനറേറ്റർ വർക്ക് ചെയ്യാത്തെന്താ? അത് പറയണോ? പറഞ്ഞ എന്റെ പണി പോകും സാർ. പറഞ്ഞില്ലേ എന്നെ കൊന്നുകളയും. പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലാണ് മിടുക്ക് കാണിക്കേണ്ടത്. അല്ലാതെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വെളിച്ചെരുട്ടാക്കിയിട്ടില്ല. നിന്നെ പോലെ ചെറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയും. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാതെ തന്നെ ഐ ഫിനിഷ് യു. കത്തി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ മാത്രമല്ല, കുത്തി കീറിക്കളയും നിന്നെ. പുറത്ത് നേരെ ഇരടാ. ഒരുപാട് പേഷ്യൻസ് പുറത്ത് കാത്തിരിപ്പുണ്ട് ആദ്യ ശുശ്രൂഷനെ കാണാൻ. യു അൺസ്ക്രൂപ്പുലസ് ബുച്ചർ. പാറക്കുട്ടി, ഏയ് പേടിക്കണ്ട, ഡോക്ടറെങ്കിൽ ഇവിടെ തന്നെയുണ്ട്. വേദനയുണ്ടോ? സാരമില്ല, ഡോക്ടറെങ്കിൽ ഉറങ്ങാൻ ഒരു മരുന്ന് തരാം. അത് കഴിക്കുമ്പോൾ എല്ലാം ശരിയാവും. സത്യത്തിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞുവെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. പക്ഷേ ഇനിയും ഏറെ പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കറണ്ട് പോയപ്പോ ഇനി വിധി മറിച്ചാണോ എന്ന് ഞാൻ പേടിച്ചു. പക്ഷെ അവസരത്തിന് ഒത്തുയർന്ന ആനിയുടെ മനസാന്നിധ്യം, ആ വെളിച്ചമാണ് എനിക്ക് ധൈര്യം പകർന്നു. പാറക്കുട്ടിയെ നഷ്ടപ്പെട്ടാൽ കരയാനും തിരിച്ചു കിട്ടിയാൽ സന്തോഷിക്കാനും ഈ ലോകത്ത് ഞാൻ മാത്രം. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ കൂടെ ആരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു. താങ്ക് യു. പാറക്കുട്ടിക്ക് ഡോക്ടറിലൂടെ കിട്ടിയ ഈ ഭാഗ്യം ഡോക്ടർക്കും തിരിച്ചു കിട്ടാതിരിക്കില്ല. ഇനി ആനി പറഞ്ഞത് പാറക്കുട്ടിയെ കുറിച്ച് തന്നെ ആണെങ്കിലോ? എങ്ങനെ ഒന്ന് വിളിക്കുക? ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്തു പറയും? വേണ്ട. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അതോ ഇല്ലെന്ന് അഭിനയിക്കാണോ? അതിന് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഫോണിലൂടെ കടിച്ചതിനൊന്നും പോണില്ലല്ലോ. ഏതായാലും വിളിക്കാം. ഇങ്ങോട്ടും വിളിക്കാമല്ലോ. ഹലോ. അല്ല, സ്വകാര്യ വേള. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ സമയം. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ വേണ്ടേ മുൻകൈ എടുക്കാൻ? എനിക്കിഷ്ടമാണെന്നങ്ങ് പറയും. എന്ത് ചെയ്യും? ഹലോ ഹലോ. സർ, ആനിയ. എന്താ ആനി? സർ, പാറക്കുട്ടി. പാറക്കുട്ടിക്ക് പറ എന്താ പാറക്കുട്ടിക്ക്? അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. ഷീസ് ഓൾ റൈറ്റ്. ഞാനും ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. ഷീസ് ഓൾ റൈറ്റ്. ഷീസ് ഓൾ റൈറ്റ്. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറ എന്താ? ആരോ വന്നിരിക്കുന്നു. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാനിപ്പോ വരാം. ഹലോ, റോങ് നമ്പർ. താനത് കട്ട് ചെയ്തോ? Cut ചെയ്തു. തന്നോട് ആര് പറഞ്ഞത് കട്ട് ചെയ്യാൻ? റോങ് നമ്പർ. ഞാൻ ഒരു ജീവൻ മരണ പ്രശ്നം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്കറിയോ എത്ര കാലം കൊണ്ടുള്ള ജീവൻ മരണ പ്രശ്നമാണെന്ന്? അതിന് ആശുപത്രിയിൽ നിന്ന് വന്ന ഫോണല്ലേ? ഇത് രോഗികൾക്ക് മാത്രമല്ല ഡോക്ടർമാർക്കും ജീവൻ മരണ പ്രശ്നങ്ങൾ ഉണ്ടറിയോ? ഇത് ജീവൻ മരണ പ്രശ്നമൊന്നുമല്ല, വെറുതെ തനിക്കെങ്ങനെ അറിയാം?
ഇത് ഊഹിക്കാമല്ലോ. ആ. ഹലോ. ഇവിടെ തന്നെ ഇന്ന് ഞാൻ വേണ്ട, ഇനി ആണുങ്ങളെ മുൻകൈ എടുത്താ മതി. ഞാൻ പാർത്തതിലെ അവൾ ഒരുത്തി. ഇതെത്ര നാളായി തുടങ്ങിയിട്ട്? കുറച്ചു നാളായി. രോഗം അക്യൂട്ട് ആകാനുള്ള സമയമേ ആയിട്ടുള്ളൂ എങ്കിലും ക്രോണിക് ആയ സ്ഥിതിക്ക് ഇതിന് വെച്ചോണ്ടിരുന്ന പറ്റില്ല, ചികിത്സിക്കണം. താനൊരു മരുന്ന് പറഞ്ഞാടോ? ഒരു മരുന്ന് ആദ്യം ഇങ്ങോട്ടെടുക്ക്, എന്നാ മറുമരുന്ന് പറഞ്ഞുതരാം. എന്നാ, തനിക്ക് വേണ്ടേ? താങ്ക് യു. വേണ്ട. എടോ, താൻ തന്റെ ഡോക്ടർ സുബ്ബമ്മാളിനോട് ഇതെങ്ങനെ അവതരിപ്പിച്ച്? அது வந்து கண்ணா, சின்ன வயசா இருக்கும் போது 1ஆம் கிளாஸ்ல பள்ளி மிட்டாய், கப்பலண்டி மிட்டாய், அணிகுண்டு, ஐஸ்டிக் அதெல்லாம் வாங்கி கொடுத்தது. MBBSக்கு படிச்சிட்டு இருக்கும் போது திருநெல்வேலி அல்வா, லட்டு, சிலேபி அதெல்லாம் வாங்கி கொடுத்தது. சுப்பு குண்டாய் போச்சு. அதெல்லாம் ஒரு டைப். അതെല്ലാം വേണ്ട. പിന്നെ റോയ് ഐഡിയ. അതേക്കോ? ഇപ്പടി ഡോക്ടർ, ഡോക്ടർ, എന്താ ഡോക്ടർ? ഒന്നുമില്ല, ഹാർട്ട് സൗണ്ട്സില് എന്തോ ഒരു ഇറഗുലാരിറ്റി പോലെ. Take a deep breath. Any doubts? ഹാർട്ട് സൗണ്ട്സ് ഒക്കെ നോർമൽ ആണല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല, ഒന്നുകൂടെ നോക്കി. ഫസ്റ്റ് സൗണ്ട്, നോർമൽ ഡോക്ടർ. സെക്കൻഡ് സൗണ്ട്. ഓക്കേ. സെക്കൻഡ് സൗണ്ട് കഴിഞ്ഞിട്ടൊരു മെർമർ കേട്ടില്ലേ? മർമറോ? ഹാർട്ടിന്റെ ഈ മർമർ ഇതുവരെ കേട്ടിട്ടേ ഇല്ല? ഇല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതും വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യ പുസ്തകമായ അഷ്ടാംഗ ഹൃദയത്തിൽ വരെ ഈ മർമറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയില്ല? ഇല്ല. യു ഗോ ഔട്ട്, ഔട്ട്. ആദ്യമായി ആദം ഹൗവയെ കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ മർമർ, the murmur of love. അറിയില്ല? ഡോക്ടർ, എന്താണ് മർമർ? അത് പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കാനുള്ളതാ. ഓ, You. സ്റ്റോപ്പ്, സ്റ്റോപ്പ്. Yes. ഇപ്പോ മർമർ എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസമുണ്ട്. ഇത് വെറും മർമറല്ല, ഒരുതരം ഞരമ്പുവാതാ. ആർത്രൈറ്റിസ്, റൊമാൻറ്റിക് ആർത്രൈറ്റിസ്. ആ, ഈ രോഗത്തിനൊരു കുഴപ്പമുണ്ട്. ഇറ്റ്സ് കണ്ടേജിയസ്. ചികിത്സിക്കുന്ന ഡോക്ടറിനും കൂടി ഇത് പകരും. ഞാൻ ചികിത്സിക്കട്ടെ? ചികിത്സിച്ചോളൂ, പക്ഷെ ഒരു ഇന്റൻസീവ്, ഒരു ഇന്റിമേറ്റ് കെയർ വേണം. എങ്കിലേ അസുഖം ഭേദമാകൂ.